ഇതിലൊന്നും ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, എൻ്റെ തലവേദന ഇപ്പോൾ പാർലമെൻറ്റാണ്. ഞാൻ നാളെ പോകുന്നു ഡൽഹിയിൽ. അവിടെ ഈ കേന്ദ്ര സർക്കാർ 8 ബില്ല് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യാനായിരുന്നു ഞങ്ങൾ കൂടിയത്. ഇവിടെ ഞാൻ വരുന്ന മുമ്പ് ഡൽഹിയിലായിരുന്നല്ലോ ഈ ചർച്ച കൂടാൻ. അപ്പം മനസ്സ് അവിടെയാണ്. ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി നമ്മളുടെ പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ ഒപ്പം എല്ലാ നല്ല കാര്യങ്ങളും നടക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അകത്തുള്ള ചില വിവാദങ്ങൾ ചിലപ്പോൾ സ്വാഭാവികം ഉണ്ടാവും. ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ. ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട് ഇതിൽ. വിദ്യാർത്ഥി സംഘടനയ്ക്ക് ശബ്ദമുയർത്താനോ അഭിപ്രായം പറയാനോ ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാതന്ത്ര്യം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഈ മുഖ്യമന്ത്രി അതിനെ നോക്കിക്കാണുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രിയാണ് എല്ലാ വിധത്തിലും പിന്നെ അഭിപ്രായം പറയാൻ ഒരു കഴിവ് കാണിച്ച ഒരു നേതാവ് ചെറുപ്പക്കാരൻ മുതൽക്ക് തന്നെ. അദ്ദേഹത്തിന് അതിന് എപ്പോഴും ബഹുമാനമുണ്ട്. അതിന് ഒരു പ്രശ്നമൊന്നും ചിന്തയൊന്നുമില്ല. അത് പേടിക്കണ്ട. അല്ലെന്ന് ഈ സ്ഥിതി നമ്മുടെ രാജ്യത്ത് മോശം തന്നെയാണ്. നമ്മളുടെ ലക്ഷക്കണക്കിൻ്റെ വിദ്യാർത്ഥികളുടെ പ്രത്യാശയും അവരുടെ പ്രാർത്ഥനയും അവരുടെ ശ്രമവും പഠിപ്പും എല്ലാം ചതിച്ചില്ലേ? അതൊരു ഭയങ്കര മോശമായി പോയില്ലേ? അതിന് ഉത്തരവാദിത്വം ഉണ്ടാവണം. ചിലവർ ഇങ്ങനെയൊരു കാര്യം ഇനിയും നടക്കാതിരിക്കാനുള്ള ആക്ഷൻ എടുക്കണം. അത് മാത്രമല്ല, എന്തുകൊണ്ടാണിത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്? ആദ്യത്തെ ഇൻസിഡൻ്റ് അല്ലല്ലോ. 2-3 പ്രാവശ്യം പേപ്പർ ലീക്കിൻ്റെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങളൊരു പൂർണ്ണ അവകാശമുണ്ട്. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സോണം വാങ്ചുക്ക് ഫാസ്റ്റ് ചെയ്യേണ്ട ഫാസ്റ്റ് നിർത്തണം. പക്ഷേ അദ്ദേഹം ഏറ്റെടുത്ത വിഷയങ്ങൾ ഞങ്ങൾ പാർലമെൻറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനും പണ്ട് KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മുടെ വക്താവ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സംസാരിക്കുന്നു ഈ കാര്യത്തിൽ. ഞങ്ങൾ ഇത് രണ്ടഭിപ്രായമില്ലേ പ്രതിപക്ഷത്തിൻ്റെ അകത്ത്. എല്ലാവരും ഈ വോട്ട് ചോറി എന്ന് പറഞ്ഞ് നടന്ന പാർട്ടികൾ എല്ലാവരും ഇപ്പോൾ എക്സാം ചോറിയാണ് പറയണത്, പേപ്പർ ചോറിയാണ് പറയുന്നത്. പിന്നെ അയോധ്യയിൽ ചന്ദാ ചോറി എന്ന് പറയുന്നത്. അവിടെ ജനങ്ങൾ കൊടുക്കുന്ന ഡൊണേഷൻ അത് എങ്ങനെയാണ് കട്ടുപോകുന്നതെന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ പല വിഷയങ്ങളുണ്ട്. അത് പാർലമെൻറ്റിൽ അവർ ചൂണ്ടിക്കാണിക്കാനും ഉദ്ദേശമുണ്ടാവും. നാളെ മുതൽക്ക് നമ്മൾ തിങ്കളാഴ്ച മുതൽക്ക് നമുക്കറിയാം. കിട്ടോ?